അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള കെയർ ഹോമിൽ ഞങ്ങളൊന്ന് പോയിട്ടോ. അവിടുത്തെ ചികിത്സയും താമസ സൗകര്യവും ഭക്ഷണവും വാഹന സൗകര്യങ്ങളും തികച്ചും സൗജന്യമാണ് കേട്ടോ. നല്ല വൃത്തിയോട് കൂടിയുള്ള പരിസരവും അന്തരീക്ഷവുമാണ് കേട്ടോ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാൻസർ ബാധിച്ച പേഷ്യൻസും ലുക്കീമിയ ബാധിച്ച കുട്ടികളും അതേപോലെ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിട്ട് ഒരു ഭാഗം തളർന്നവരും പൂർണ്ണമായും തളർന്ന പേഷ്യൻസും ഒക്കെ കേട്ടോ അവിടെ ഉള്ളത്. അവർക്കൊക്കെയുള്ളൊരു താമസിക്കാനൊരിടം അതാണ് കേട്ടോ കെയർ ഹോം. എല്ലാ ഫെസിലിറ്റീസോടു കൂടിയാണ് കേട്ടോ അവർ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. ഓരോ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങളും പ്രത്യേകമായിട്ടുള്ള കിച്ചണുകളും അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ അവർ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പ്രത്യേക ആളുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള ഡൈനിങ് ഹാളുകളും അല്ലാത്തവർക്ക് അതിനനുസരിച്ചുള്ള ഡൈനിങ് ഹാളുകളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ അവർക്ക് നല്ല എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഡ്നി പേഷ്യൻസിനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ, ആ ഭാഗത്തേക്ക് അലൗട്ടില്ല. അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് അത്രയ്ക്ക് കെയറിങ്ങോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അവർക്ക് നൽകുന്നത്. പിന്നെ അവർക്ക് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് വർക്കുകൾ കൊടുക്കുന്നുണ്ട്. പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, അതേപോലെ പേപ്പർ ക്രാഫ്റ്റോട് അവർ വർക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് അതുപോലെ ഹാപ്പിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിതൊക്കെ ചെയ്യുന്നത്. ഇതിൽ 85% ആളുകൾ ഫലപ്രദമായ ചികിത്സയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ജിമ്മുകളുണ്ട്, അതേപോലെ നടക്കാൻ കഴിയാത്തവർക്ക് പിടിച്ച് നടക്കാനുള്ള ഒരു സൗകര്യം, സ്റ്റെപ്പ് കയറാൻ കഴിയാത്തവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അങ്ങനെ അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം തികച്ചും സൗജന്യമാണ് കേട്ടോ. പിന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കും പിന്നെ സൗജന്യമാണ്, എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. ക്യാൻസർ കിഡ്നി ചികിത്സയിലുള്ള ഒരു പേഷ്യൻറ്റിന് ഒരാഴ്ചത്തേക്ക് 3500 രൂപ, അതേപോലെ ഒരു വർഷത്തേക്ക് 1,68,000 രൂപ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നട്ടെല്ല് ക്ഷതം സംഭവിച്ചിട്ട് കെയർ ഹോമിലെത്തുന്ന ഒരു പേഷ്യൻറ്റിന് അതിന് ചികിത്സാ പരിചരണ ചെലവ് എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്ക് 14,000 രൂപയും ഒരു വർഷത്തേക്ക് 7,20,000 രൂപയും ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു വിഹിതം അവർക്ക് വേണ്ടി നീക്കി വെക്കുക. 10 രൂപ ആണെങ്കിലും അത് അവർക്കൊരു സഹായമാവട്ടെ. 10 രൂപ ആണെങ്കിലും 100 രൂപ ആണെങ്കിലും അള്ളാൻ്റെ അടുത്ത് ഇരട്ടിയാകും എന്നാണല്ലോ. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് കൊടുക്കുക. നാളെ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ ജീവിതത്തിലെ അള്ളാഹ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്താണ് കണക്കാക്കിയിട്ടുള്ളത് നമുക്കറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. കരുണാമയനായ നാഥന് നമ്മെ എല്ലാവരെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ കഴിവതും കോഴിക്കോട് പോകുന്ന സമയത്ത് ഇവരുടെ കെയർ ഹോമിലൊക്കെ ഒന്ന് കയറുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. പേഷ്യൻസിനെ തന്നെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ട്, ബോക്സിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവിടെ നിക്ഷേപിക്കുക, അവരെ സഹായിക്കുക. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിനൊന്നും പ്രത്യേകിച്ച് തീരെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.